കാട്ടാനശല്യത്തിന് ഒരു കുറവുമില്ല. അതിരപ്പള്ളി വൈശ്ശേരി സ്വദേശി 65 വയസ്സുകാരനായ മോഹനൻ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരനും ചേർന്ന് ഈ കാട്ടാനയെ ഓടിക്കുന്നതിനിടെയായിരുന്നു കൃഷിയിടത്തിൽ കൃഷി നശിപ്പിക്കുകയായിരുന്നു. സ്ഥിരമായി ഈ മേഖലയിൽ ഈ കാട്ടാന ഇറങ്ങാറുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നലെയും ആ കാട്ടാന ഇറങ്ങിയിരുന്നു. പക്ഷേ പുലർച്ചയോടുകൂടി വീണ്ടും ആ കാട്ടാന എത്തുകയായിരുന്നു. പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയുമൊക്കെ ഓടുന്നതിനിടെ ഈ കാട്ടാന പാഞ്ഞടുക്കുകയായിരുന്നു. ഈ കർഷകന്റെ നേർക്ക് പാഞ്ഞടുക്കുകയായിരുന്നു. അനിയൻ മാറി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ ചവിട്ടിക്കൊല്ലുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും മോഹന്റെ മൃതദേഹം ഇപ്പോൾ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഈ മേഖലയിലുണ്ട്. നിരവധി തവണ നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ സർക്കാരുകൾ മാറി മാറി വന്നാലും ഈ കാട്ടാന ശല്യത്തിന് യാതൊരു കുറവുമില്ല. ആ സമയങ്ങളിൽ, അതായത് ആളുകൾ മരിക്കുന്ന സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പണം കൊടുത്ത് ഈ പ്രശ്നം താൽക്കാലികമായി അവിടെ പരിഹരിക്കും എന്നുള്ളതല്ലാതെ ഒരു സ്ഥിരം സംവിധാനമില്ല. സോളാർ വേലി അടക്കം കെട്ടി അത് കർശനമായ രീതിയിൽ സംരക്ഷിക്കണം, ആളുകളെ സംരക്ഷിക്കണം, ആളുകളുടെ ജീവൻ സംരക്ഷിക്കണം, കൃഷി സംരക്ഷിക്കണം എന്നൊക്കെ നാട്ടുകാരും കർഷകരും നിരവധി തവണ ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അതിന് തയ്യാറാകുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അതിരപ്പള്ളി താലൂക്കിൽ ഇന്ന് ഹർത്താൽ, അതിരപ്പള്ളി പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ ആചരിക്കാനാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടുത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. പൊതുപ്രവർത്തകരും ഈ ഹർത്താലിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 10 മണിയോടുകൂടി ആനമല അന്തർ സംസ്ഥാന പാത, അതിരപ്പള്ളി ആനമല അന്തർ സംസ്ഥാന പാത ഉപരോധിക്കാനാണ് നാട്ടുകാരുടെ ഒരു തീരുമാനം. കാരണം ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഒരു കാരണവശാലും തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്നാണ് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നമ്മൾ ഇത് സമാനമായ അവസ്ഥ കണ്ടു. സംസ്ഥാനത്തെ കാട്ടാനക്കലിക്ക് ഒരു ശമനവുമില്ല ഈ ഒരു ഘട്ടത്തിലെന്നാണ് മനസ്സിലാക്കുന്നത്. വൈശ്ശേരി സ്വദേശി മോഹനൻ എന്ന 65 വയസ്സുകാരനാണ് ഏറ്റവും ഒടുവിൽ കാട്ടാനയുടെ കലിക്ക് ഇരയായി ജീവൻ നഷ്ടമായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. ഇപ്പോൾ അതിരപ്പള്ളിയിലെ നമ്മുടെ പ്രാദേശിക ലേഖകൻ റൂബിൻ ലാൽ കൂടി തത്സമയം ടെലിഫോണിൽ ശരിയാണ്. റൂബിൻ ലാൽ, എന്താണ് അവിടെ നിന്നുള്ള വിവരം? ഏത് സാഹചര്യത്തിലാണ് ഈ കർഷകൻ്റെ ജീവൻ ഈ കാട്ടാനയ്ക്ക് എടുക്കാൻ കഴിഞ്ഞത്? കാര്യം ഈ RRT സംഘം പോലെയുള്ളവരെ ഒന്നും അറിയിച്ചിരുന്നില്ലേ? SKN ഒരാഴ്ചയോളമായി ഈ പ്രദേശത്ത് ആണെന്നുള്ളതാണ് നമ്മൾ നാട്ടുകാരിൽ നിന്ന് അറിയിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2:30-ഓടെയാണ് മോഹനൻ എന്ന ആൾക്ക് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത് റൂബിൻലാൽ? വീടിന് സമീപത്ത് കാട്ടാന വന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ അനിയൻ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് കാട്ടാനയെ തുരത്തുന്നതിന് വേണ്ടി അദ്ദേഹം അനിയന്റെ സഹോദരന്റെ വീടിനടുത്തേക്ക് എത്തിയതാണ്. പന്തം കൊളുത്തി ആനയെ തുരത്തുന്നതിനിടയിലാണ് ആന പാഞ്ഞെടുത്ത് അദ്ദേഹത്തെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായത്.